സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജയർ ഡെറസ് ആർമി. അങ്ങനെ കുറേ ഇങ്ങനെ ഞാനിപ്പോൾ പുതിയതായൊരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഇതാ ഭൂതത്തെ പോലെ വന്നിരിക്കുന്നു ഗായ്സ്. അപ്പോൾ ഇത്രയും ദിവസം എന്തായിരുന്നു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ദിവസം എനിക്ക് പനിയായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത്. പിന്നെ പനി മാറിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പനി മാറിയപ്പോൾ പിന്നെ അത്രയും ദിവസം ഒതുങ്ങിയിരുന്നതിൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, അത് മൊത്തം തീർത്തിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അതാണ് ഞാനിപ്പോൾ അത് ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക്, ഒന്നല്ലെങ്കിൽ റോട്ടിൽ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ അങ്ങനെ ചാടി വരും, ഹലോ ഗൈസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും വീഡിയോ എടുക്കുക. അപ്പോൾ എനർജി തീർന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഇന്നത്തെ കണ്ടൻറ് എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് കണ്ടൻറ് ഒന്നുമില്ല, വെറുതെ ഊഞ്ഞാലിരുന്നിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്, അതങ്ങ് പൊട്ടിക്കുക, അത്രേ ഉള്ളൂ കണ്ടൻറ്. നിങ്ങളെ ഒന്നും കൊണ്ടും വിചാരിക്കരുത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. കാരണം എന്താ അറിയുക, എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കുക എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ സർപ്രൈസ് കിട്ടിക്കും പറഞ്ഞില്ലേ, സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ചാവക്കാട് പ്ലാനറ്റേറിയം ആണ് പോകുന്ന സ്പോട്ട്. അപ്പോൾ ഇത് അധികം പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അതൊരു നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണുന്നുണ്ടാവും. ചാവക്കാട് പ്ലാനറ്റേറിയം എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണുന്നുണ്ടാവും. നിറയെ മീനുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ റോ ഷേപ്പിൽ അതിൻ്റെ ഉള്ളിൽ നടന്നു പോകുമ്പോൾ കടൽ പോലെ തോന്നുന്ന ആ സ്ഥലമാണ്. പിന്നെ അവിടെ ഒരു ബീച്ചും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പം എന്തെന്ന സംഭവങ്ങളൊന്നും അറിയില്ല, നമുക്ക് നാളെ പോയിട്ട് നോക്കാം. അപ്പോൾ പിന്നെ എൻ്റെ ഏട്ടൻ എന്നുവെച്ചാൽ എൻ്റെ കുറേ വീഡിയോസിൽ മിക്ക വീഡിയോസിൽ എൻ്റെ ഏട്ടനുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണുന്നുണ്ടാവും, മിക്ക വീഡിയോസിലുണ്ടാവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, എൻ്റെ ഏട്ടൻ്റെ വീട് നല്ല ദൂരത്താണ്. ഇപ്പം ഞാൻ തൃശ്ശൂരാണുള്ളെങ്കിൽ ഏട്ടൻ മലപ്പുറത്താണ്. സോ അങ്ങനെ പോകാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസിൽ ഏട്ടനില്ലാത്തത്. ഇപ്പോൾ ഉള്ള ഈ അടുത്ത് വന്ന എല്ലാ വീഡിയോസിലും ഏട്ടനുണ്ട്. ഇപ്പോൾ ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, MCM 1 എന്നൊക്കെ പറഞ്ഞിട്ട്, അതിലൊക്കെ ഏട്ടനുണ്ട്. അപ്പോൾ എൻ്റെ ഏട്ടൻ ഞാൻ പറയാൻ വന്ന കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. എൻ്റെ ഏട്ടൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ചാനലിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരെന്താണെന്നായിരിക്കും പറയാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ ഏട്ടൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സോ ചാനലിൻ്റെ നെയിം എന്താണെന്ന് ഞാൻ മറന്നുപോയി. ഏട്ടൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ ചാനൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഏട്ടനോട് വിളിച്ചിട്ട് പേര് ചോദിച്ചാൽ മതി. ഓക്കെ, ഏട്ടൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. സോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറയാനാണ് വന്നത്. പിന്നെ ഇത്രയും ദിവസം വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം സിനിമ ഷൂട്ടിങ് ആകെ ബഹളം തേങ്ങ ഫുള്ള് ഇതായി. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. കാരണം ഒരു ദിവസം MCM 1 ഷൂട്ടിംഗ് ആണെങ്കിൽ പിറ്റേ ദിവസം MCM 2 ഷൂട്ടിങ്, അതിൻ്റെ പിറ്റേ ദിവസം ഞാനാണെങ്കിൽ ഇതിൽ വന്നു. അതിൻ്റെ ക്ഷീണത്തിൽ എനിക്ക് പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ആകെ കൊളായിപ്പോയി. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി കുറേ ദിവസം മുന്നേ, എൻ്റെ ഒരു ആഴ്ച മുന്നേ എൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ആണ് ലേറ്റസ്റ്റ് വീഡിയോ, ഏറ്റവും പുതിയ വീഡിയോ ആണ് എൻ്റെ ചാനലിലിടുന്നത്. സോ ഞാൻ എൻ്റെ ചാനലിൽ
എത്ര 36-42 വീഡിയോ ഇട്ട് കഴിഞ്ഞു. പക്ഷെ അതിനുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് എന്താണെന്ന് എന്നോട് ചോദിക്കരുത്, കാരണം ഞാനല്ല അത് ചെയ്യുന്നത്, നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം. ഇവിടെ നിന്ന് പോകണത് അവിടെ എത്തുന്ന ആ പ്ലാനറ്ററി മൊത്തം കാണിക്കുക. പക്ഷെ ചാവക്കാട് ബീച്ച് എനിക്ക് കാണിക്കാൻ പറ്റാറില്ല. കാരണം എന്താ അറിയൂ, എനിക്കൊരു സ്വഭാവമുണ്ട്. എനിക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയിട്ട് അതിലങ്ങ് കളിക്കും. സോ അതുകൊണ്ട് ബീച്ച് എപ്പോഴും എടുക്കാൻ പറ്റും. കാരണം എനിക്ക് വെള്ളം കണ്ട ഒരു സാധനം അങ്ങ് വരും. പിന്നെ ഫുള്ള് പോവണ വരെ വെള്ളത്തിൻ്റെ അകത്തായിരിക്കും. സോ അതുകൊണ്ട് കടൽ എപ്പോഴും എടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെ ഇന്നത്തെ ഞാനിടുന്ന വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.